നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്നത് വശ്യശക്തിക്ക് നല്ല ഫലം ലഭിക്കുന്ന ഒരു ശ്രീകൃഷ്ണ മന്ത്രമാണ്. അപ്പോൾ ആ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അർഹമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നു, ഒരു സമയത്ത് അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ല. അത് നമ്മുടെ അമ്മയായിക്കോട്ടെ, അതുപോലെ തന്നെ അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, സഹോദരനോ സഹോദരിയോ സുഹൃത്തോ എന്ന് വേണ്ട, നമ്മൾക്ക് നിലനിന്നുകൊണ്ടിരുന്ന ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റത്തിന് നമ്മുടെ വശ്യശക്തി ഉപയോഗിച്ച് അവരുടെ സ്നേഹം നമുക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട് ജപിക്കേണ്ട ഒരു കൃഷ്ണപ്രീതികരമായിട്ടുള്ള മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആചാര്യന്മാരൊക്കെ ഈ ഒരു മന്ത്രത്തിന് നല്ല വിശിഷ്ട ഫലം ലഭിക്കുമെന്നാണ് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിലും അതേ അളവിൽ തന്നെ നമുക്ക് തിരിച്ച് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ആദ്യമായി മഹാദേവനെയും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെയോ ഒക്കെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ മഹാഗണപതി ഭഗവാനെയും കൂടി വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നമ്പറിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ജനനസമയം അല്ലെങ്കിൽ നക്ഷത്രമൊന്നും നിങ്ങൾക്ക് അറിയില്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈയുടെ രേഖ നൽകി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശം നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് മന്ത്രം ഒന്ന് നോക്കാം. ഓം ക്ലീം നമ കൃഷ്ണായ സത്യരൂപായ ശാന്തായ മൃതായ നമ. ഓം രൂപ ശാന്തായ മംഗളാകൃതായേ ദീപായ സച്ചിദാനന്ദായ വശ്യശക്തികാരകായ വശ്യശക്തിമേം ദേഹി തഥാഭയ സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ 54 വീതമാണ് ജപിക്കേണ്ടത്. 2 നേരവും, രാവിലെയും വൈകുന്നേരവും കൂടി നമ്മൾ 21 ദിവസമാണ് അടുപ്പിച്ച് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ജപസമയത്ത് ഭഗവാന്റെ ഒരു ഫോട്ടോ മുന്നിൽ വെച്ച് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു മന്ത്രജപ ശേഷം ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ 21 ദിവസത്തിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നാണ് ആചാര്യന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ പറ്റി ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.